പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം ഏറ്റുവാങ്ങുന്ന ഇന്ദിലേഖ ചേച്ചിക്കും നൽകുന്ന റഹീംകാക്കും അതോടൊപ്പം തന്നെ ജാസ്മിൻ സ്കൂളിലെ പ്രിൻസിപ്പൽ സാറും റഫ്സാന മോൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഭംഗിയാക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അക്ഷരസ്നേഹികൾക്കും ഹൃദയംഗമമായ നന്ദി പറയുന്നു. 7ാമത്തെ പുസ്തകമാണ് ജാസ്മിൻ ടീച്ചറുമായിട്ട് ഇറങ്ങാൻ പോകുന്നത്. അറബിയിലെ പാണ്ഡിത്യവും അതുപോലെ തന്നെ മലയാള ഭാഷാ പാണ്ഡിത്യവും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു എഴുത്തുകാരിയാണ്. അറബിയിലേക്ക് ഒരു പുസ്തകം തർജ്ജമ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എഡിറ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കവിതാ സമാഹാരങ്ങളാണ്. ഏറ്റവും പുതിയ കവിതാ സമാഹാരമാണ് രാക്കിളി പേച്ച്. ഈ രാക്കിളി പേച്ച് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ പുസ്തകോത്സവത്തിനകത്ത് ഏറ്റവും പ്രബുദ്ധരായ പുസ്തക ആസ്വാദകരോടൊപ്പം നിന്നുകൊണ്ട് പ്രകാശനം ചെയ്യാൻ കഴിയുക എന്ന് തന്നെ ഒരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹീതമായ മുഹൂർത്തത്തിലേക്ക് കടക്കുകയാണ്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് YA റഹീം സാറാണ്. അദ്ദേഹം ഇന്ദിലേഖ ടീച്ചർക്ക് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് കടക്കുന്നു. The book is going to be released now. രാക്കിളി പേച്ച് written by ജാസ്മിൻ ഷമീർ. പേരക്ക ബുക്സ് പബ്ലിക്കേഷൻ ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. കവിതകൾ ചേർന്നുകൊണ്ട് ഒരു പുസ്തകത്തിലേക്ക് ഒത്തുചേരുമ്പോൾ രാക്കിളി പേച്ച് എന്ന അതിന് ശീർഷകം നൽകി ജാസ്മിൻ ഷമീർ ടീച്ചർ അത് നൽകുന്നത്. YA റഹീം സാർ ഇന്ദിലേഖ ടീച്ചർക്ക് നൽകിക്കൊണ്ടാണ് ഇതിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്. നിറഞ്ഞ കയ്യടിയോടുകൂടി ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതായി ഇവിടെ അറിയിക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിഞ്ഞ കാര്യങ്ങളാണ് ചെയ്യാറ്. അതിൽ ഏറ്റവും പരിമിതിയുള്ള കാഴ്ച എന്ന ആ കാഴ്ചയിലെ പരിമിതികളെ അതിജീവിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടു കൂടി പുസ്തകങ്ങൾ എഴുതി തൻ്റെ 2ാമത്തെ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന വേളയിലാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇന്ദിലേഖ ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ദിലേഖ ടീച്ചറിലെ ആശംസകൾക്കായി മൈക്ക് കൈമാറും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഒരു കവിത പ്രകാശനത്തിൽ വെച്ചിട്ടാണ് ജാസ്മിനെ ആദ്യമായിട്ട് പരിചയപ്പെട്ടത്. ജാസ്മിൻ്റെ രാക്കിളി പേച്ച് ഞാൻ വായിച്ചില്ല, പക്ഷെ ജാസ്മിൻ്റെ എഴുത്തിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കാണുന്നത് ഭാവനയായിട്ടൊക്കെ എഴുതാൻ പറ്റും, പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മയെ കുറിച്ചും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ജാസ്മിൻ വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് ജാസ്മിൻ്റെ എഴുത്തിനെ കുറിച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആദ്യം ഞാൻ ജാസ്മിനെ ഇതേ റൈറ്റേഴ്സ് ഫോറത്തിൽ ജാസ്മിൻ കവിത പ്രകാശനം കണ്ടു. പിന്നെ അതിനുശേഷം ഞങ്ങൾ സൗഹൃദം തുടങ്ങിയത്. പിന്നെ അവിടെ എനിക്ക് കുറച്ച് കവിതകളൊക്കെ അയച്ചു തരും. ആരെങ്കിലും അവളെ കവിത പാടിയിരുന്നെങ്കിൽ അതെനിക്ക് അയച്ചു തരും. അങ്ങനെ ഞാൻ ജാസ്മിൻ്റെ കവിത കേൾക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് ജാസ്മിൻ്റെ കവിത മാത്രമല്ല കഥയും കൂടി ജാസ്മിൻ എഴുതാറുണ്ട്. സമയത്തിൻ്റെ പരിഗണന കൂടുതൽ പറയുന്നില്ല. ജാസ്മിൻ്റെ ഇനിയും ഒരുപാട് കവിതകൾ എഴുതാൻ കഴിയട്ടെ, ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. അതുപോലെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഏത് പ്രശ്നത്തിലും പ്രതികരിക്കുന്ന രീതിയിലൊരു എഴുത്തിലേക്ക് ജാസ്മിൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി. താങ്ക് യു ടീച്ചർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരിമിതികൾ ശാരീരികമായിട്ടും പല രീതിയിലും നമുക്കുണ്ടാകാറുണ്ട്. അതിലേക്ക് അതിജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യേകിച്ച് യുവ സാഹിത്യകാരന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി റഫ്സാന ഖാദർ. അപ്പോൾ ഇതിനെ റഫ്സാന നമുക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈ പ്രോഗ്രാമിലെ ഒരു വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുകയാണ് റഫ്സാന.
പൾസ് പാസി എന്നുള്ള ഒരു സംഭവത്തെയാണ് ഈ മോള് അതിജീവിക്കാൻ വേണ്ടി ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ചലഞ്ചാണ് ജിന്നുകൾ ലൂനയുടെ സ്വന്തം എന്ന പുസ്തകത്തിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ പരിചയം നടത്തുന്നതിന് വേണ്ടി മോട്ടിവേഷൻ സ്പീക്കറും അഭിനേതാവും ഗായകനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള എം എ സുഹൈൽ അലിക്കോട് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ഈ പുസ്തകം എന്താണ് രാക്കിളിപ്പേറ്റ് എന്ന ചുരുങ്ങിയ വാക്കുകളിലൂടെ നിങ്ങളോട് സംവദിക്കുകയാണ് സുഹൈൽ. എല്ലാവർക്കും നമസ്കാരം. ജാസ്മിൻ്റെ ഈ പുസ്തകത്തിന് ഇടതുവശത്തും വലതുവശത്തും ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം ഇനി കിട്ടാനില്ല. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഇന്ദുലേഖ ചേച്ചി, ഒപ്പം നാളെ ഇവിടെ പുസ്തകം പ്രകാശിതമാവാൻ പോകുന്ന ഈ സഹോദരി, ഇത് തന്നെയാണ് ജാസ്മിന് ഈ വേദിയിൽ കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പുസ്തക പരിചയം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ വേദിയിലിരിക്കുന്നതിനേക്കാളും പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇതിൻ്റെ പുറത്തുണ്ട്. ഏതായാലും രാക്കിളിപ്പേച്ച് മലയാളവും തമിഴും കൂടെ ചേർന്ന ഒരു പേരാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം, ഒരു പുസ്തകത്തിൻ്റെ പേര്, അത് തന്നെയാണ് അതിൻ്റെ മേൽവിലാസം എന്ന് പറഞ്ഞാൽ. അപ്പൊ നല്ലൊരു മേൽവിലാസമാണ് ജാസ്മിൻ ഈ പുസ്തകത്തിന് നൽകിയിരിക്കുന്നത് എന്ന് പറയാനാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പേരക്ക പുസ്തകത്തിനും പേരക്ക പബ്ലിഷർക്കും ജാസ്മിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. വാക്കിന്റെ കണ്ണിലൂടെ വായനക്കാരന്റെ ലോകം സൃഷ്ടിക്കുന്ന വല്ലാത്തൊരു ഇന്ദ്രജാലമാണ് കവിത എന്ന് പറയുന്നത്. വാക്കിന്റെ കണ്ണിലൂടെ വായനക്കാരന്റെ ലോകം സൃഷ്ടിക്കുന്ന ഇന്ദ്രജാലക്കാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ എന്നാണ് ഈ കവിതാ സമാഹാരം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. വെളിച്ചത്തിലേക്കുള്ള വാക്കിന്റെ തുറക്കലാണ് ഓരോ കവിതയും കഥയും പുസ്തകവും. വെളിച്ചമാണ് ഈ കവിതാ സമാഹാരം നിങ്ങൾക്ക് നൽകുന്നത്. അതിലേക്കുള്ള ഒരു തുറക്കലാണ് ഈ പുസ്തകം എന്ന് ഇതിൻ്റെ അക്ഷരങ്ങളിലൂടെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കറുത്ത സാരി ഉടുത്ത വെളുത്ത ഉറവയാണ് കവിത എന്നും എഴുത്ത് എന്നും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരിയെ കുറിച്ച് ഒരാൾ പറഞ്ഞു പോയിട്ടുണ്ട്, നമ്മുടെ കമല സുരയ്യയെ കുറിച്ച്. കറുത്ത സാരി എടുത്ത വെളുത്ത ഉറവയാണ് പുസ്തകം. പച്ച സാരി എടുത്ത വെളുത്ത ഉറവയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജാസ്മിൻ എന്നാണ് ഈ പുസ്തകത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കമല സുരയ്യ വലിയ ഉയരത്തിലാണ് നമ്മളിൽ നിന്നും മറഞ്ഞു പോയത്. ജാസ്മിനും അങ്ങനെയൊക്കെ എത്തിച്ചേരാൻ കഴിയും എന്ന് ഈ പുസ്തകം തെളിയിച്ചിട്ടുണ്ട് വായിച്ചപ്പോൾ. പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. ഞാനതിന് മുതിരുന്നില്ല. കാരണം രണ്ടു തരം ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഒന്ന്, ചിലർ അവരുടെ കഴിവുകളെ കുറിച്ച് അവർ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കും. എന്നാൽ മറ്റു ചിലരെ കുറിച്ച് കഴിവുകൾ അവരെ കുറിച്ച് സംസാരിക്കും. ജാസ്മിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജാസ്മിന്റെ കഴിവുകളാണ് അവരെ കുറിച്ച് ഇത്ര കാലം പലതരത്തിലുള്ള പുസ്തകങ്ങൾ, കവിതകൾ. ഇത് 5-മത്തതോ 6-മത്തതോ 4-മത്തത്, 4-മത്തെ പുസ്തകമാണ്, കവിതാ സമാഹാരമാണ്. അത് മതി ജാസ്മിനെ പരിചയപ്പെടുത്താൻ അവളുടെ കഴിവുകളെ. ഓരോ കവിതകളും ഓരോ പുസ്തകവും അതെന്തുമാട്ടെ, അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ കവിതാ സമാഹാരം ജാസ്മിൻ എന്ന എഴുത്തുകാരിയുടെ ഉത്തരവാദിത്വമായിട്ട് അനുഭവപ്പെടുകയാണ്. ഉത്തരവാദിത്വത്തോടൊപ്പം തന്നെ മഴയിലും വെയിലിലും ഒരു പച്ചപ്പായിട്ട് അവളെ കൂടെ നിന്ന അവളുടെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചുപോയിട്ട് കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് അവൾ ഈ കവിതാ സമാഹാരത്തിന് പേനെടുത്തതും അതിൽ മഷുമുക്കിയതും. തൻ്റെ കരൾ ചോര കൊണ്ട് അവള് ഇതിൽ കുറിക്കുകയായിരുന്നു. ആ ഉപ്പയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഉപ്പയാണ്. ആ ഉപ്പയെ കുറിച്ചും ഇതിലെ ഓരോ വാക്ക് വായിക്കുമ്പോഴും ഓരോ കവിത വായിക്കുമ്പോഴും എനിക്ക് തോന്നും ഇത് ആ ഉപ്പയെ കുറിച്ചാവുമെന്ന്. അവള് വേറെ പലതുമായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ എനിക്ക് അവളോട് ഉപ്പയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് എനിക്ക് തോന്നുന്ന ആ പച്ചിലയാണ് ഓരോ താളിലും എന്നാണ് എനിക്ക് ഈ കവിതാ സമാഹാരം വായിച്ചപ്പോൾ അനുഭവപ്പെട്ടത്. നിങ്ങൾ ഓരോരുത്തരും ഇത് വാങ്ങണം, വായിക്കണം. ഇതൊരു പങ്കിടലാണ്. ജാസ്മിന്റെ വളരെ സൗമ്യമായ ഒരു പങ്കിടലാണ്, സ്നേഹത്തിന്റെ പങ്കിടലാണ് ഇതിലെ ഓരോ കവിതകളും. ഒപ്പം സ്നേഹത്തിന്റെ പങ്കിടലോടൊപ്പം ചില കലാപ പ്രക്ഷുബ്ധതയും ഈ കവിതയിൽ എനിക്ക് കാണാൻ കഴിയും. സ്നേഹത്തിന്റെ പങ്കിടല്, സൗമ്യമായ പങ്കിടല് മാത്രമല്ല ഇതിലെ എല്ലാ കവിതകളും. ചില കലാപങ്ങൾ കവി എപ്പോഴും
കലാപകാരി കൂടിയാണ്. അല്ലെങ്കിൽ കവി എപ്പോഴും ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നത്, അല്ലെ ഇസ്മായിൽ സാർ, ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിനെ കുറിച്ച് പരാതി കൂടിയാണ് ഓരോ കവിതകളും. ഇതില് അവളുടെ ഒരുപാട് പരാതികൾ ഈ സമൂഹത്തെയും ഇവിടുത്തെ മൂല്യച്യുതികളെ കുറിച്ചൊക്കെ ഇതിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. ഒരിക്കലും നനവുകൾ തേടി പോവാറില്ല. നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. വേരുകളെ തേടി പോവാറില്ല. വേരുകളാണ് നനവുകളെ തേടി എപ്പോഴും പോവാറുള്ളത്. ഈ കവിതാ സമാഹാരം കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും ബോധ്യപ്പെട്ടൊരു കാര്യം, വാക്കുകൾ, അതിൻ്റെ പ്രയോഗങ്ങൾ, അതിൻ്റെ ഉപമകൾ, അതിലെ ലാളിത്യം, അതിൻ്റെ സൗന്ദര്യം, ആ വാക്കുകൾ ജാസ്മിനെ തേടി പുറപ്പെടുകയായിരുന്നു എന്നതാണ്. ജാസ്മിൻ അങ്ങോട്ട് വാക്ക് തേടി പുറപ്പെട്ടതല്ല, വാക്കുകൾ അവളെ തേടി പുറപ്പെട്ടതാണ് എന്ന് ഇതിലെ അക്ഷരങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. കവിഞ്ഞതാണ് കവിത എന്ന് പറയും. ജാസ്മിന്റെ ഒരു കവിയലാണ് ഈ കവിത. ഇതിലെ 2-3 കവിതകൾ എൻ്റെ മനസ്സിൽ ടച്ച് ചെയ്തത്, എല്ലാം ഞാൻ വായിച്ചിട്ടില്ല. കവി ജീവിതം എന്നാണ് ഒരു കവിത. എല്ലാം വിറ്റു തുലച്ചതിന് ശേഷമാകും അഭിമാനത്തിന്റെ വില അറിയുക. എല്ലാം വിറ്റു തുലച്ചതിന് ശേഷമാകും അഭിമാനത്തിൻ വില അറിയുക. പ്രപഞ്ച സത്യം തേടി ഇറങ്ങിയപ്പോൾ മാത്രം അറിഞ്ഞു ജീവിതം ഒരു കവിതയാണ് എന്ന്. ജീവിതത്തെ തന്നെ കവിതയാക്കി മാറ്റുകയാണ് ജാസ്മിൻ സമീർ ഈ കവിതാ സമാഹാരത്തിലൂടെ. ഏറ്റവും രസകരമായ ഒരു ടൈറ്റിൽ ഒരു കവിതയിൽ ഞാൻ ഇതിൽ വായിച്ചു, തുക എഴുതാത്ത രസീത്. അങ്ങനെ ഒരു കവിതക്ക് എൻ്റെ കണ്ണിൽ ഇതുവരെ പെട്ടിട്ടില്ല. തുക എഴുതാത്ത രസീത്. എന്താണ് മനസ്സ്? തുക എഴുതാത്ത ഒരു രസീത്, ബുക്കാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടമുള്ളത് എഴുതാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക അതിൽ എഴുതാം. പിരിവുകാരൻ നീ ആകുമ്പോൾ മാത്രം അങ്ങനെ എഴുതാൻ പാടും. പിരിവുകാരൻ നീ ആകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ രസീതിൽ എഴുതാൻ പറ്റുകയുള്ളൂ. പിരിയില്ല ഒരിക്കലും എന്ന വാക്ക് പറയുന്ന പിരിവുകാരൻ, പിരിയില്ല എന്ന് പറയുന്ന ആ വാക്ക് പറയുന്ന പിരിവുകാരന്റെ വാക്കാണ്. എത്ര മനോഹരമാണ്! നിറഞ്ഞ ഒരു കയ്യടി ഈ കവയിത്രിക്ക് നൽകണം എന്ന് അപേക്ഷിക്കുകയാണ്. ഒരു പേജിൽ ഒരു 4 വരി കൂടി ഇതില് നുണയുടെ ലഹരിയിലല്ല, നേരിന്റെ പൊള്ളലിലൂടെയാണ് ജീവിതം അറിയേണ്ടതെന്ന് തിരിച്ചറിയുന്നൊരു നാൾ. നേരിലൂടെയാണ് ജീവിതത്തെ അറിയേണ്ടത്. അങ്ങനെ ഒരു നാള് വരും. അന്നാണ്, അടുത്ത വരിയാണ് ഏറ്റവും രസകരം, സൂര്യൻ ഉദിക്കും. അന്ന് നേരിന്റെ ആ വഴി അറിയുമ്പോൾ അന്നാണ് സൂര്യൻ ഉദിക്കുക എന്നാണ്. ആദിത്യന്റെ വലിയ വെളിച്ചം, സൂര്യന്റെ വലിയൊരു വെളിച്ചമാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി PK ഗോപി, അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ആമുഖവുമാണ് ഈ കവിതക്ക് ജാസ്മിൻ ഒരു പുണ്യമായിട്ട് കിട്ടിയത് എന്നതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ഒരുപാട് അവാർഡുകൾ, ഒരുപാട് സിനിമാ ഗാനങ്ങൾ, പ്രിയപ്പെട്ട ഗാനങ്ങൾ നമുക്ക് നൽകിയ ഗോപിയേട്ടന്റെ വാക്കുകൾ ഈ പുസ്തകത്തിന് എന്നും ഒരു വലിയ ഫലം നൽകും. ഈ പുസ്തകം ഇനി നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിലായിരിക്കും ഈ പുസ്തകത്തിന്റെ ഫലം, ഇതിലെ വാക്കുകളുടെ ഓർമ്മയിൽ. നന്ദി, നമസ്കാരം. വളരെ മനോഹരമായ ഒരു കവിത പോലെ ഈ കവിതാ സമാഹാരത്തെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞ സുഹൈലിക്ക, നല്ല വാക്കുകൾ. പ്രമോദ് മഹാജൻ സാറ് ഷാർജ ഇന്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഈസ് വൺ ഓഫ് ദ ലീഡിംഗ് പ്രിൻസിപ്പൽ. അദ്ദേഹത്തിന്റെ കീഴിൽ 15,000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം കൂടിയാണ്. സോ ഓവർ ടു യു സർ. Good evening, namaste, namaskaram. Jasmine, our nursery teacher, what taught? The book shows the journey of her educational excellence. She is not only the writer, not only the poet, but she is creating many writers and many poems, many poets in our school. On behalf of all the students and the parent fraternity, I extend my best wishes for her, and let's talk about her academic excellence. Thank you very much. താങ്ക് യു സാർ. മത്ത് എന്നൊരൊറ്റ നോവൽ കൊണ്ട് പ്രശസ്തിയായ പ്രിയപ്പെട്ട ഗീത ചേച്ചി ഈ ഷാർജ പുസ്തകത്തിൽ നിന്ന് എല്ലാവരുടെയും പ്രിയപ്പെട്ട മോഹനേട്ടന്റെ സഹധർമ്മിണി കൂടിയാണ്. ചേച്ചിയിലേക്ക് മൈക്ക് കൈമാറി. എല്ലാവർക്കും നമസ്കാരം. ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ജാസ്മിൻ എന്നും നമുക്കൊരു അത്ഭുതമാണ്.
ജാസ്മിൻ്റെ ഓരോ വളർച്ചയും പ്രത്യേകിച്ച് ഞാൻ ഒരുപാട് പുകഴ്ത്തുന്നില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു സ്വന്തം വീട്ടിലെ ഒരു പെണ്ണിനെ പോലുള്ള ആളാണ്. പിന്നെ ജാസ്മിൻ എഴുത്തിൽ മാത്രമല്ല പാചകത്തിലും അസാധ്യ കഴിവാണ്. പലതും രുചിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ പറ്റുന്ന ആൾക്കാരെടുത്ത് ഇത്രയും ക്ഷമയോടുകൂടിയും സമാധാനത്തോടു കൂടിയും അത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ മാസം നമുക്ക് മനസ്സിലായി. ഉപ്പ മരിക്കുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ അവിടെ വീട്ടിൽ പോയപ്പോൾ മനസ്സിലായി. വെറുതെ അല്ല ജാസ്മിന് ഇത്രയും ക്വാളിറ്റി എന്നുള്ളത്. എല്ലാവിധ താങ്ക് യു ഗീത ചേച്ചി. പുസ്തകത്തെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഷാർജ സ്കൂളിൻ്റെ നഴ്സറി വിഭാഗം ജാസ്മിൻ ടീച്ചറുടെ ഡാക്കിൽ പേച്ചി എന്ന പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തു. അതോടൊപ്പം വളരെ മനോഹരമായിട്ട് ആ പുസ്തകം ഇവിടെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ പുസ്തകം ഇത്രയധികം ആളുകൾ ഇവിടെ വരാനും ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കവർ പേജ് ഏകദേശം 20,000-ഓളം ആളുകൾ പങ്കെടുത്ത ഇന്ത്യൻ അസോസിയേഷൻ്റെ ഓണപരിപാടിയിലാണ് റിലീസ് ചെയ്തത്. അതും ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഏതായിരുന്നാലും ഇത്രയും മനോഹരമായിട്ട് പുസ്തകം എഴുതുകയും അത് ആ സന്ദേശങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനും കഴിഞ്ഞത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സംബന്ധിച്ചോളം അഭിമാനമാണ്. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാൻ ടീച്ചർ കഴിയട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ സമയക്കുറവുകൊണ്ട് നമ്മൾ മറുമൊഴിയിലേക്ക് കടക്കുകയാണ്. സ്കൂൾ കാലം തൊട്ട് പുസ്തകങ്ങളുടെയും അറിവിൻ്റെയും എഴുത്തിൻ്റെയും ഭാഗത്തേക്ക് എത്തിയ പ്രിയപ്പെട്ട എഴുത്തുകാരി ജാസ്മിൻ ടീച്ചർ മറുമൊഴി പ്രതിസ്പന്ദനത്തിനായി ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. നേരത്തെ ഇവരൊക്കെ പറഞ്ഞതുപോലെ ഉപ്പയുടെ അഭാവം ഈ ഒരു സന്തോഷത്തിലും എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടെ ഓർക്കുന്നു. ഉമ്മയുണ്ട്. അതിന് ഉപ്പയ്ക്ക് പകരമായിട്ട് ഉമ്മയ്ക്കാണ് ഇത്തവണ ആദ്യത്തെ കോപ്പി കൊടുത്ത് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഉപ്പയുടെ സാന്നിധ്യം ഞാൻ അറിയുന്നു. ഇന്നത്തെ പ്രകാശന ചടങ്ങിന് എനിക്ക് ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. സാധാരണ എൻ്റെ എഴുത്ത് സുഹൃത്തുക്കൾ തന്നെയാണ് പുസ്തക പ്രകാശനത്തിൻ്റെ അവതരണം നടത്തിയത്. ഇത്തവണ UAE പ്രശസ്ത അവതാരകൻ യാസിറിൻ്റെ തിരക്കിനിടയിലും യാസിർ വന്നു ചേർന്ന സന്തോഷം. പിന്നെ മറ്റ് പ്രത്യേകത റഹീം സർ എന്നും സഹോദരി എന്നാണ് എന്നെ സാറ് വിളിച്ചിരുന്നത് തന്നെ. അവരുടെ സ്റ്റാഫ് ആകുന്നതിന് മുൻപേ തന്നെ എനിക്ക് ഈ സപ്പോർട്ട് അദ്ദേഹം തരുന്നുണ്ട്. ഇപ്പോഴും ഒരു പടി കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അസോസിയേഷൻ സ്റ്റാഫ് എല്ലാവരും മെമ്പേഴ്സ് എല്ലാവരും വളരെ നല്ല പ്രോത്സാഹനമാണ്. പ്രമോദ് മഹാജൻ സർ ഈസ് ഓൾവേസ് സപ്പോർട്ടിങ് മീ. whenever we meet in the school he is asking first what about your writing and what about your new book. He is asking like that only. Thank you so much sir, your valuable presence and valuable words. And എൻ്റെ മറ്റു വലിയ 2 പ്രത്യേകതകളാണ് ഇന്ദു ചേച്ചിയും റഫ്സാനും. ഈ പുസ്തകം കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ ഇന്ദു ചേച്ചിയുടെ മുഖം എൻ്റെ മനസ്സിൽ വന്നിരുന്നു. എൻ്റെ ചടങ്ങിൽ എൻ്റെ സന്തോഷത്തിൽ ഇന്ദു ചേച്ചി തീർച്ചയായും എൻ്റെ ഒപ്പം ഉണ്ടാവണം എന്നുള്ളത് ചേച്ചി അത് സാധ്യമാക്കി തന്നു. ഒരുപാട് സന്തോഷം ചേച്ചി, സ്നേഹം. അതുപോലെ റഫ്സാന, ഇന്നത്തെ ഷൈനിങ് സ്റ്റാർ റഫ്സാന തന്നെയാണ്. റഫ്സാന കൂടി ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഈ പ്രോഗ്രാം ഇത്രയും കളർഫുള്ളായത്. ഒരുപാട് സ്നേഹമാണ്, സന്തോഷം. സുഹൈൽക്ക വളരെ നന്നായി തന്നെ എൻ്റെ പുസ്തകം പരിചയപ്പെടുത്തി. സ്നേഹം സുഹൈൽക്ക, ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരും, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റർ അയച്ചത് തന്നെ എൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുമല്ലോ എന്നാണ്. നിങ്ങളെല്ലാവരും വന്നു ചേർന്നപ്പോഴാണ് എൻ്റെ സന്തോഷം പൂർണ്ണമായത്. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. ഇനിയും ഈ ഇരിക്കുന്ന മുഖങ്ങളൊക്കെയാണ് ഇനിയും എഴുതണമെന്നും ഇനിയും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കാനും എൻ്റെ ഉപ്പയുടെ വലിയ ആഗ്രഹമാണ്. എന്നും പുസ്തകം ചെയ്യണം, എല്ലാവരുടെ മുന്നിലും എഴുത്തുകാരി എന്ന നിലയിൽ തന്നെ അറിയപ്പെടണമെന്ന്. ഈ വർഷം ഉപ്പയുടെ പറഞ്ഞിരുന്നു. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേരും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതാണ് ഒരു സമാധാനം. ഉപ്പയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ പുസ്തകം ഉപ്പയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ